നമസ്കാരം. ഇന്നലെ വളരെ രസകരമായിരുന്നു, അതേപോലെ കൗതുകം ഉണർത്തുന്നതുമായിരുന്നു പാർലമെന്റിലെ സമ്മേളന കാലയളവൊക്കെ. അതായത് ആ സമയത്ത് മുഴുവനും നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു പക്ഷം നമ്മുടെ ഭരണ നേതൃത്വത്തോട് ചോദിച്ചതൊക്കെയും വളരെ ആശ്ചര്യമുണർത്തുന്ന കാര്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ചോദിച്ചത്, മോദി സർക്കാരിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലേ എന്നാണ് ചോദിച്ചത്. ആ ഇച്ഛാശക്തി എന്താണെന്ന് അറിയാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, കൂടാതെ അദ്ദേഹത്തിന് ഒരു പിൻബലം കിട്ടണമല്ലോ. അപ്പോൾ ആ പിൻബലം കിട്ടാൻ വേണ്ടിയിട്ടാവാം കോൺഗ്രസ് നേതാവായിട്ടുള്ള പി ചിദംബരം ചോദിച്ചത്, ഭീകരരെയാണ് തട്ടിയത് എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ ആശാനെ എന്ന് ചോദിച്ചു. അന്നേരം തെളിവൊക്കെ നിരത്തി, മോദിയും നിരത്തി, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായും നിരത്തി. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് എത്ര മിസൈൽ പോയി, നമ്മൾ ഇതുവരെ സംസാരിക്കുമ്പോൾ കളിയായിട്ട് പറയും എത്ര മിസൈൽ പോയി, എത്ര ഉണ്ട പോയി എന്നുള്ളതിനൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം. ഈ മിസൈലും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കാനുള്ളതാണല്ലോ. ഈ ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക? അവിടെ ഇരുപക്ഷത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതിൽ നമുക്ക് ബ്രഹ്മോസിൽ പോയതിനെ തുടർന്നുണ്ടായിട്ടുള്ള നഷ്ടം എത്രയാണ്? അതല്ലല്ലോ. നമ്മുടെ രാജ്യം സുരക്ഷ കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ലേ പ്രധാന കാര്യം. അതല്ലാതെ ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് മോദി സർക്കാർ ഈ 22-ാം തീയതി, അതായത് പെഹൽഗാം അറ്റാക്ക് നടന്നു, മോദി സർക്കാർ ശരി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ എടുത്തു വച്ചിരിക്കുന്ന ബ്രഹ്മോസ്, ആകാശ് മിസൈല്, റഫേൽ, ഇതെല്ലാം ഉണ്ട്, നിങ്ങൾ എന്തേ അടിക്കാത്തതെന്ന് ഈ പ്രതിപക്ഷം തന്നെ ചോദിക്കില്ലേ? ഏപ്രിൽ 22-ന് നടന്ന അറ്റാക്കിന് ശേഷം കുറച്ച് സമയം എടുത്തു നമ്മൾ തിരിച്ചടി കൊടുക്കാനായിട്ട്. അതിന് ഒരുങ്ങേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം മുഴുവൻ എല്ലാവരും ചർച്ച ചെയ്തത് എന്താണ്? ഈ പറയുന്ന പ്രതിപക്ഷം ഉൾപ്പെടെ ചർച്ച ചെയ്തത് എന്താണ്? എന്തുകൊണ്ട് തിരിച്ചടി വൈകുന്നു എന്നായിരുന്നു. അന്നേരം ചോദിച്ചത് എന്തുകൊണ്ട് തിരിച്ചടി വൈകുന്നു. തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ചോദിക്കുകയാണ്, നമുക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായി? ഹേ, എന്തൊരു ചോദ്യമാണ് അളിയ എന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ. എന്തായാലും രാഹുൽ ഗാന്ധി കരുതുന്നത് പോലെയല്ല. രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയ കണക്ക് അവിടെ ഇരിക്കുന്നവരല്ല. അതായത് ഒരു 60 വർഷം ഭരിച്ചു മുടിച്ചു പോയ ആളുകളെ പോലെയല്ല ഇപ്പോഴുള്ള ഭരണ നേതൃത്വം. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇന്ത്യക്കുണ്ടായിട്ടുള്ള നേട്ടത്തെക്കുറിച്ച് കണ്ണു തുറന്ന് വേണമെന്ന് വിചാരിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുരോഗതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പി ചിദംബരം ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരരാണ് എന്നുള്ളതിന് എന്താണ് മിസ്റ്റർ ഷാ തെളിവുള്ളത് എന്നാണ് ചോദിച്ചത്. അന്നേരം നമ്മുടെ ആഭ്യന്തരമന്ത്രി ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. പാകിസ്ഥാനെ പ്രതിരോധിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? എന്തിനാണ് പാകിസ്ഥാനെ മാത്രം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് വേണ്ടി എന്തിനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? കൊല്ലപ്പെട്ട 3 പേരും പാകിസ്ഥാനികളാണ് എന്നതിന് തെളിവുകളുണ്ട്. 2 പേരുടെ പാകിസ്ഥാനി വോട്ടർ നമ്പർ ഉണ്ട്. പാകിസ്ഥാനിൽ നിർമ്മിച്ച ചോക്ലേറ്റുകൾ അവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ പാക്കിൻ്റെ ഇതായിട്ടുള്ള, അതായത് ആ രാജ്യത്തെ തോക്കും എല്ലാ കാര്യങ്ങളും സഹിതമാണ് ഇവരെ പിടിച്ചതും ഇവരെ ഇല്ലാതെയാക്കിയതും. ഇതെല്ലാം പറഞ്ഞിട്ടും പ്രതിപക്ഷത്തിന് യാതൊരു തരത്തിലും എന്താ പറയുക, പ്രതിപക്ഷത്തിന് സംസാരം നിർത്താനായിട്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല. അവർ ഇതുവരെയും ചിലച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ തന്നെ പറയണമെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്, ചിലച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടും ചൈനയ്ക്ക് വേണ്ടിയിട്ടുമാണ്. ഈ പാകിസ്ഥാനിലും വിദേശ നാടുകളിലൊക്കെ പോയിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങളുടെ പേരിൽ ഇപ്പോൾ കോടതികളിൽ കയറി ഇറങ്ങാനൊക്കെ തന്നെ അദ്ദേഹത്തിന് സമയമുള്ളൂ. കാരണം ഓരോന്നിനും ബെയിൽ വാങ്ങണമല്ലോ. അതല്ലാതെ എങ്ങനെ നടക്കും? രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വിദേശ സർവകലാശാലകളിൽ പോയിട്ടും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെക്കുറിച്ച് പറയാതെ സ്വന്തം രാജ്യത്തുള്ള വിഷയങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പോയി പ്രസംഗിക്കുന്നതിന് രാജ്യവിരുദ്ധത എന്നല്ലാതെ മറ്റൊരു പദം അതിന് ഉപയോഗിക്കാൻ പറ്റുമെന്നും കരുതുന്നില്ല. എല്ലാത്തിനും ഒരു മയത്തിൽ പറഞ്ഞു പോകരുതോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രതിപക്ഷമാണ് രാജ്യത്തിൻ്റെ വികസനത്തെ, വളർച്ചയെയൊക്കെ മുരടിപ്പിക്കുന്നത്.
ആ അത്തരത്തിലുള്ള മുരടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതിപക്ഷത്തിനുള്ള വായിൽ എന്താ പറയാ അടകടിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇന്നലെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും നൽകിയിട്ടുള്ളത്. പഹൽഗാമിൽ ഭീകര ആക്രമണം നടന്നിട്ടുള്ള സ്ഥലത്ത് നിന്ന് ലഭിച്ച വെടിയുണ്ടകളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും നിർണായക തെളിവാണെന്ന് കൂടി നമ്മുടെ ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന്, അതായത് ഈ കൊല്ലപ്പെട്ട സൂത്രധാരരായിട്ടുള്ള പഹൽഗാം അറ്റാക്കിന്റെ സൂത്രധാരരായിട്ടുള്ള ഭീകരരിൽ നിന്ന് M9 MK-47 തോക്കുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അവ പ്രത്യേക വിമാനത്തിൽ ചണ്ഡീഗഡിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു. അവയിൽ നിന്ന് വെടിയുതിർത്തത് ആ ഷെല്ലുകളും പഹൽഗാമിൽ ലഭിച്ചവയും വെച്ചിട്ട് ഒത്തുനോക്കിയിട്ടുണ്ട്. പിടിച്ചെടുത്ത 3 തോക്കുകളും പഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ചവയാണെന്ന് അങ്ങനെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് വലിയ ഹർഷാരവത്തോടുകൂടി അമിത്ഷാ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മുടെ മോദി, അതായത് പ്രധാനമന്ത്രി മോദി പറഞ്ഞത്, വെടിയുണ്ടക്ക് മറുപടി ചിരിച്ചുകൊണ്ട് ഓച്ചാനിച്ച് നിൽക്കുകയല്ല, പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയല്ല, തിരിച്ച് അതിന് മറുപടി എന്ന് പറയുന്നത് പീരങ്കിയുണ്ട തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ പറയുന്നുണ്ട് വെടിനിർത്തൽ അവസാനിപ്പിച്ചത് ട്രംപിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടാണെന്ന്. ട്രംപിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടല്ല, ട്രംപിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കിയിട്ടില്ല. ഇത് നടന്ന കാലം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ മുമ്പിലല്ല മുട്ടുമടക്കിയത്, നേരെ തിരിച്ച് അവിടെ പാകിസ്ഥാൻ നമ്മുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തേണ്ട അവസ്ഥയുണ്ടായി. ട്രംപ് വിളിച്ചിട്ടുണ്ടാകാം. ട്രംപ് വിളിച്ചിട്ടുള്ളതിനും കാരണമുണ്ട്. കിർണ ഹിൽസിൽ നമ്മൾ കയറി അടിച്ചപ്പോൾ നടുങ്ങിയത്, പാകിസ്ഥാനിലേറെ നടങ്ങിയത് അമേരിക്കയാണ്. കാരണം അവരുടെ ആണവ പദ്ധതികളും പരീക്ഷണങ്ങളും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമല്ല. കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള കടബാധ്യത പേറുന്ന അമേരിക്കക്ക് കിർണ ഹിൽസിൽ ഒരു അടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്രത്തോളം നഷ്ടം അവർക്ക് ആ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമ്മളെ വിളിച്ചിട്ടുണ്ടാകും. പല രാജ്യങ്ങളും വിളിച്ചിട്ട് യുദ്ധം നിർത്തണം, യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് പറയും. സ്വാഭാവികമല്ലേ? ഇന്ത്യയും പറയുന്നില്ലേ? റഷ്യയോട് പറഞ്ഞിട്ടില്ലേ? യുക്രൈനോട് പറഞ്ഞിട്ടില്ലേ? ഗസയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഗസയുടെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ മറുചോദ്യവുമായി വരണ്ട. ഭീകരതയ്ക്ക് എതിരെയാണ് പോരാടിക്കൊള്ളാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ മറ്റു താല്പര്യങ്ങളൊന്നും അവിടെയില്ല. ഭീകരതയ്ക്കെതിരെ ലോകമെമ്പാടും ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ ഒറ്റ നിലപാടേ ഇന്ത്യക്കുള്ളൂ. ഭീകരരെ അവരുടെ മടയിൽ പോയി തീർക്കണം. അത് ഇന്ത്യയുടെ നിലപാടാണ്. അതിനനുസരിച്ച് തന്നെയാണ് ഇന്ത്യ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, നേരത്തെ പോലെ അല്ല. അപ്പോൾ എന്തുകൊണ്ട് മുട്ടുമടക്കിയെന്ന് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ട്രംപ് വിളിച്ചിട്ടുണ്ടാകാം, JD വാൻസ് വിളിച്ചിട്ടുണ്ടാകാം. അപ്പം നമ്മൾ അപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളല്ല വിളിക്കേണ്ടത്, വിളിക്കേണ്ടവർ വിളിക്കണം, സംസാരിക്കണം. ആ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായതിനു ശേഷം നമ്മൾ അതിലേക്ക് കടക്കാം എന്നുള്ളതാണ് പറയുന്നത്. ആ കടക്കലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ടും നമ്മുടെ രാജ്യം പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല മക്കളെ. ഇനിയും നിങ്ങൾ ഇത്തരത്തിൽ നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ ഇനി നീയൊന്നും ബാക്കി ഉണ്ടാകില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ വരെ പറഞ്ഞു? പോയിട്ടുള്ള നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘം പോയിട്ടുള്ളിടത്തും നമ്മുടെ മോദി സന്ദർശിച്ചിട്ടുള്ള രാജ്യങ്ങളിലും ഒക്കെയും നമ്മൾ ഇതേ നിലപാട് പറഞ്ഞു. എന്തിനധികം ഇക്കഴിഞ്ഞ ദിവസം നടന്ന UN സമാധാന ചർച്ചയിൽ അമേരിക്കൻ അംബാസഡർ പറഞ്ഞത് അനുസരിച്ചിട്ട് കേട്ടിട്ട് നമ്മുടെ പ്രതിനിധി പറഞ്ഞത് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതിനിയും തുടരും. ഞങ്ങൾക്ക് നേരെ തീവ്ര ഭീകരാക്രമണ പദ്ധതികളുമായിട്ട് വരികയാണെങ്കിൽ, തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ ഞങ്ങൾ കയറി അടിച്ചിരിക്കും. അതിന് ആരുടെയും അനുമതി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്ത് നിലപാടാണ് കേന്ദ്ര സർക്കാർ തുറന്നു പറഞ്ഞില്ല എന്ന് പ്രതിപക്ഷം പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ നയതന്ത്ര പ്രതിനിധി സംഘം പറയുന്നു, നമ്മളുടെ മന്ത്രിസഭയിലുള്ളവർ പറയുന്നു, കേന്ദ്ര മന്ത്രിസഭയിലുള്ള എല്ലാവരും പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ടും പറയുകയാണ് ഇതിൽ എന്തൊക്കെ സംഭവിച്ചോന്ന് ആരും ഒന്നും പറഞ്ഞില്ലല്ലോടെ എന്ന്. ഇതിന് പിന്നിൽ
ആരുടെയൊക്കെ അച്ചാരം വാങ്ങി നിൽക്കുന്ന പ്രവർത്തിക്കുന്ന പ്രതിപക്ഷം പോലുള്ള പ്രതിപക്ഷം തന്നെയാണെന്ന് പറയാം. പ്രതിപക്ഷത്തിന് എന്താ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്നുണ്ടോ? അതിനുള്ള മറുപടി ആദ്യം പ്രതിപക്ഷം വയ്ക്കട്ടെ. എന്തായാലും ഭീകരരെ തീർത്തിട്ടുള്ളത് ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ ഭരണ നേതൃത്വം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ കാര്യം ഓർത്തിട്ട് രാഹുൽ ഗാന്ധി വിയർക്കേണ്ട കാര്യമൊന്നുമില്ല. വിയർക്കുന്നത് ഒരു പക്ഷേ ഓപ്പോസിറ്റ് നമ്മളെ ആക്രമിക്കുന്നവർക്ക് അടിയേൽക്കുമ്പോഴുണ്ടാകുന്ന ചങ്കുവേദന കൊണ്ടാണോ എന്നുള്ളത് കൂടി സംശയാസ്പദമാണ്. നന്ദി.